ഹലോ, എല്ലാവർക്കും ഇവോറ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബേബി ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് ഞാൻ കാണിക്കുന്നത്. ഇത് 6 മാസം മുതൽ 1 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന അളവിലാണ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി ഞാൻ 18 ഇഞ്ചസ് ലെങ്ത്തും 28 ഇഞ്ചസ് വിഡ്ത്തും ഉള്ള 2 പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഈ 2 പീസ് ക്ലോത്തും നടുവിലൂടെ ഇതുപോലെ മടക്കി വെക്കണം. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു റെഡ് കളർ ക്ലോത്ത് സ്ട്രിപ്പും പിന്നെ ഒരു റെഡ് കളറുള്ള ലേസും എടുത്തിട്ടുണ്ട്. ഈ ഫ്രോക്ക് ഉണ്ടാക്കാൻ വേണ്ടി 2 മെഷർമെൻറ്റ്സ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഒന്ന് ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത്തും പിന്നെ അതിൻ്റെ ആം ഹോൾ ലെങ്ത്തും. ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ ഞാനൊരു 7 ഇഞ്ചസ് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് 7ഓ 8ഓ എത്രയോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം. കാരണം ഈ ഉടുപ്പ് ഇട്ട് കഴിയുമ്പോൾ അതിങ്ങനെ ചുരുങ്ങി നിൽക്കും. അപ്പോൾ നമുക്ക് ആ കൃത്യമായൊരു മെഷർമെൻറ്റിൻ്റെ ആവശ്യമില്ല അവിടെ. അപ്പോൾ ഞാൻ 7 ഇഞ്ചസ് എടുത്തു. പിന്നെ ആം ഹോൾ ലെങ്ത്ത് വരുന്നത് ഒരു 4.5 ഇഞ്ചസ് ആണ്. അതും ഇവിടെ മാർക്ക് ചെയ്തു. പിന്നെ ഇവിടെ ഞാനൊരു 10 ഇഞ്ചസ് മാർക്ക് ചെയ്തു. ഇനി ആ പോയിൻറ്റ്സ് രണ്ടും ഒന്ന് സ്കെയിൽ വെച്ച് യോജിപ്പിക്കുക. പിന്നെ ഇതുപോലെ താഴത്തോട്ടും ഒരു ലൈൻ വരയ്ക്കുക. പിന്നെ ഈ കോർണറിൽ ഒരു 1.5 ഇഞ്ചസ് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതൊരു കർവ് ഷേപ്പിൽ വരച്ചെടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഉടുപ്പിൻ്റെ 2 സൈഡ് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. പിന്നെ ആം ഹോൾ റൗണ്ടും വരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ വരച്ചിരിക്കുന്ന ലൈനിലൂടെ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ 2 പീസ് കിട്ടും, ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും. ഇനി നമ്മൾ 1.5 ഇഞ്ച് വിഡ്ത്തുള്ള 4 ക്രോസ് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ആം ഹോളിൻ്റെ സൈഡിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം. ഇത് ഫ്രണ്ടിൽ 2 സൈഡിലും അതുപോലെ തന്നെ ബാക്ക് പീസിൻ്റെ 2 സൈഡിലും ചെയ്യണം. ഞാനിപ്പോൾ ഈ 4 സൈഡിലും ആ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഈ ക്രോസ് പീസ് ഇതുപോലെ മടക്കിയിട്ട് ഉള്ളിലേക്ക് വെച്ച് അതിൻ്റെ മേലെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആം ഹോൾ നല്ല നീറ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ 4 സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പിലുള്ള ഭാഗം ഇതുപോലെ ഒന്ന് മടക്കുക. അതിന് ശേഷം ഒരു മടക്കും കൂടി മടക്കിയിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റേ പീസിലും ചെയ്യുക. അതിന് ശേഷം ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും താഴത്ത് ഇതുപോലെ 2 മടക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും മുകളിലും താഴെയും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഫ്രണ്ട് പീസിൻ്റെ താഴത്തെ ഭാഗത്ത് ഒരു റെഡ് കളർ ലേസ് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ ഫ്രണ്ട് പീസിൽ ലേസ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിലേക്ക് കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം 2 സൈഡിലും. ഇപ്പോൾ ഞാൻ 2 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മളിത് തിരിച്ചിടുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് മുകളിൽ കാണുന്ന ഈ 2 ഹോളിൽ കൂടെ നമുക്ക് ഈ ക്ലോത്ത് വെച്ചിട്ട് ഒരു സ്ട്രാപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലൂടെ ഇടണം. അപ്പോൾ അതിന് വേണ്ടി ഈ ക്ലോത്ത് ആദ്യം ഇതുപോലെ മടക്കുക. അതിന് ശേഷം ഒന്നുകൂടി ഇതുപോലെ മടക്കിയിട്ട് അതിൻ്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ച് ഇടുക. ഇപ്പോൾ ഞാൻ ഈ സ്ട്രിപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കൊരു സേഫ്റ്റി പിന്ന് കുത്തിയിട്ട് ഇത് ഈ ഉടുപ്പിൻ്റെ 2 സൈഡിലുള്ള ഹോളിലെ കൂടി ഇതിനകത്തേക്ക് ഇടാം.
ഇപ്പോൾ ഇതേ ഈ കുഞ്ഞുടുപ്പ് റെഡിയായി കഴിഞ്ഞു. വളരെ ഈസിയല്ലേ ഉണ്ടാക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.